അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വർഗീയതയും വംശവിദ്വേഷവും അക്രമങ്ങളും ലോകത്തെ ഗ്രസിക്കുമ്പോൾ മാനവികതയുടെ ഇസ്ലാമിക മാതൃക എന്ന വിഷയം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. പലപ്പോഴും ഇസ്ലാമിനെ അക്രമത്തിന്റെ മതമായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഖുർആനും ഹദീസും പഠിച്ചാൽ മനസ്സിലാകും ഇസ്ലാം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും നീതിയുടെയും മതമാണെന്ന്. നമുക്കറിയുന്നത് പോലെ നാം ഓരോ മാതാപിതാക്കളായ ആദാമിൽ നിന്നും ഹവ്വായിൽ നിന്നും വന്നവരാണ്. ഈ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവികതയുടെ അടിസ്ഥാനം. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ സകരി വ ഉൻസാ. മനുഷ്യരെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ അന്യോന്യം തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളെ നാം വിവിധ വംശങ്ങളും ഗോത്രങ്ങളുമാക്കി. തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയുള്ളവനാണ്. ഈ വചനം വ്യക്തമാണ്. നമ്മൾ ഏത് നിറത്തിൽപ്പെട്ടവരാണോ, ഏത് ഭാഷയിൽ സംസാരിക്കുന്നവരാണോ, ഏത് വംശത്തിൽ ജനിച്ചവരാണോ എന്നതല്ല പ്രധാനം. നമ്മുടെ ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ, നമ്മുടെ ദൈവഭക്തി അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം നിർണയിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ തന്റെ അനുചരരായ ആയിരക്കണക്കിന് സ്വഹാബികളൊക്കെ അണിനിരത്തി ഈ സന്ദേശം ഒന്നുകൂടി ഊന്നി പറഞ്ഞു. അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയും ഇല്ല. ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഈ പ്രഖ്യാപനം ലോകത്ത് ആദ്യമായി മനുഷ്യർക്കിടയിൽ സമ്പൂർണ്ണ സമത്വം പ്രഖ്യാപിച്ച ഒന്നാണ്. ഇസ്ലാമിക മാനവികത ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല, അത് സർവ്വലോകർക്കും വേണ്ടിയുള്ളതാണ്. ഇത് നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. മദീനയിൽ മുസ്ലിങ്ങൾക്കൊപ്പം ജൂതന്മാരും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ഒരു സമൂഹം നിലനിന്നിരുന്നു. അവരുടെ ആരാധന സ്വാതന്ത്ര്യം ഹനിക്കാതെയും അവരെ അവരുടെ വിശ്വാസത്തിൽ ബലപ്രയോഗം നടത്താതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സഹവർത്തിത്വത്തോടെ ചേർത്ത് നിർത്തി. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഇഖ്റാ ഫിദ്ദീൻ, മതത്തിൽ ബലപ്രയോഗമില്ല. നീതിയും കാരുണ്യമാണ് ഇസ്ലാമിക മാനവികതയുടെ കാന്തൽ. അത് മുസ്ലിമിനോട് മാത്രമല്ല, അമുസ്ലിമിനോടും ശത്രുവിനോട് പോലും നീതി കാണിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരു ജനവിഭാഗത്തോടുള്ള വിദ്വേഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നീതി പാലിക്കുക, അതാണ് ധർമ്മിഷ്ഠതയോട് ഏറ്റവും അടുത്തത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇന്ന് ലോകത്തെ പല ഭീകര പ്രവർത്തനങ്ങളും വർഗീയ അക്രമങ്ങൾക്കും ഇസ്ലാമുമായി ഒരു ബന്ധമില്ലെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്ലാം മാനവികതയുടെ ആധാരശിലകൾക്ക് വിശുദ്ധമായ യാതൊരു പ്രവർത്തനങ്ങളെയും അംഗീകരിക്കുന്നില്ല. ഒരു മനുഷ്യനെ കൊന്നാൽ അത് മുഴുവൻ മനുഷ്യനെയും കൊന്നതിന് തുല്യമാണ് എന്ന് ഖുർആൻ പറയുന്നു. സമൂഹത്തിൽ ദുർബലരായവരോടുള്ള സമീപമാണ് ഒരു സമൂഹത്തിന്റെ മാനവികത അളക്കുന്നതിനുള്ള മാനദണ്ഡം. അനാഥകളെയും പാവപ്പെട്ടവരെയും സഹായിക്കാനും അയൽവാസിയോട് നല്ല നിലയിൽ പെരുമാറാനും ഇസ്ലാം പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇബ്രാഹിം എന്നോട് അയൽവാസിയെ പറ്റി അത്രയധികം ഉപദേശിച്ചു. അദ്ദേഹം അനന്താവകാശം നൽകുമോ എന്ന് വിചാരിച്ചു പോയി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിദവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.